ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നടന്നൊരു സംഭവമാണ്. ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിരുന്നു, പറപ്പിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞ്. ആ ടാസ്കില് അതായത് ഒരു ബോളിന്റെ അകത്ത് കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം അതിങ്ങനെ ഊതി പറപ്പിക്കണം. അങ്ങനെ 4 ടീമുകളും പോയി മത്സരിച്ചു. ഏറ്റവും സമയക്കുറവെ മത്സരിച്ച് ജയിച്ചത് നെക്സ്റ്റ് ടീമാണ്. അർജുനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊതി 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 പേപ്പർ പറപ്പിച്ച് വിജയിച്ചു. നല്ല രീതിയിൽ തന്നെ കളിച്ചു. 1 മിനിറ്റും 10 സെക്കൻഡ് കൊണ്ടാണ് മത്സരിച്ച് വിജയിച്ചത്. എന്നാൽ 2ാം സ്ഥാനത്ത് ടണലെത്തി, 3ാം സ്ഥാനത്ത് അൻസിബയുടെ ടീം എത്തി, 4ാം സ്ഥാനത്ത് മാത്രമേ ജിൻഡോയുടെ ടീം എത്തിയുള്ളൂ. ജിൻഡോയുടെ ടീമിൽ ഒത്തിരി സമയമെടുത്തു, കാരണം അവർ 7 മിനിറ്റോളം കൂടുതൽ എടുത്തു ഊതി കളയാനായിട്ട്. ജിൻഡോയ്ക്കായാലും നന്ദനയ്ക്കായാലും അത് ഊതി അങ്ങോട്ട് പെട്ടെന്ന് കളയാനായിട്ട് പറ്റിയില്ല. പക്ഷെ നന്ദനെ ഊതി അതിൻ്റെ ഇടയിൽ നന്ദനയ്ക്ക് ശ്വാസം മുട്ടുണ്ടായി. അവിടെ മെഡിക്കൽ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോവുകയൊക്കെ ഉണ്ടായി. ഭയങ്കരവണ്ണം ഒരു വെപ്രാളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞ് അൻസിബയാണ് കളിച്ചത്. അൻസിബ നല്ല രീതിയിൽ തന്നെ കളിച്ചു. അൻസിബയുടെ ടീം 3ാം സ്ഥാനത്ത് എത്താൻ വേണ്ടി ജിൻഡോ നല്ല രീതിയിൽ കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കാരണം അൻസിബ ജയിക്കണം എന്നുള്ള ഒരു ആത്മാർത്ഥത കൊണ്ട്. കാരണം എപ്പോഴും അൻസിബ തോറ്റു പോവാന്ന് എപ്പോഴും അൻസിബ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു കളിയിൽ അൻസിബ ജയിക്കണം എന്നുള്ള ആത്മാർത്ഥത കൊണ്ട് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കളിയൊക്കെ കഴിഞ്ഞു. 3ാം സ്ഥാനം നേടി അൻസിബ. നോറയൊക്കെ പറയുന്നത് എനിക്ക് കളിക്കാൻ പറ്റുന്ന കളിയായിരുന്നു എന്നൊക്കെ നോറ അവിടെ നിന്ന് പറയുന്നുണ്ട്. അൻസിബയാ പറഞ്ഞ് ഞങ്ങൾ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നോറ അവിടെ വിഷയം ഉണ്ടാക്കുന്നത്. വിഷയമായിട്ട് ഉണ്ടാക്കിയില്ല, നോറ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. കാരണം നോറ പറയുന്നത് എപ്പോഴും അൻസിബ ഇപ്പൊ ഒരു എതിരാളിയാണല്ലോ നോറയ്ക്ക്. നോറ ഇപ്പൊ പറയുന്നത് മൊത്തം അൻസിബയ്ക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളാണല്ലോ. അങ്ങനെ മത്സരമൊക്കെ കഴിഞ്ഞ് ഗാർഡൻ ഏരിയ വന്നപ്പോൾ അൻസിബയെ അഭിനന്ദിക്കുന്നുണ്ട് അവിടെ ജിൻഡോ. അന്നേരം ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു നീ ജയിക്കണേ എന്ന്. ഇതേ കാര്യം തന്നെ ഋഷിയോട് പറയുന്നുണ്ട് അൻസിബ. അൻസിബ പറയുന്ന കാര്യം ഇതാണ്, ഞാൻ ജയിക്കണമെന്ന് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു ജിൻഡോ. ഞാനൊന്ന് ജയിച്ച് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും അങ്ങനെ പ്രാർത്ഥിച്ചത് എന്നൊക്കെ ആ ഒരു ഋഷിയോട് പറയുന്നുണ്ട്. കാരണം ഇത്രയും കളി ഞാൻ തോറ്റിരിക്കുമായിരുന്നല്ലോ, ഇപ്പോഴേലും ഞാനൊന്ന് ജയിച്ചല്ലോ, അതിന്റെ ഒരു സന്തോഷമാണ്. 75 കളിയിൽ തോറ്റിട്ട് ഒരു കളികളിൽ ഞാൻ ജയിച്ചല്ലോ എന്നുള്ള ഒരു സന്തോഷവും അവിടെ അൻസിബ പങ്കുവെക്കുന്നുണ്ട്. ജിൻഡോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് അവിടെ അൻസിബ പറയുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും